നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 501. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ശ്രീകൃഷ്ണ കഥാമൃതം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഭാഗവതത്തിന് ചില പ്രീറിക്വസിറ്റ്സ് ഒക്കെ ഉണ്ട്. ആ പ്രീറിക്വസിറ്റ്സ് ഈശ്വരൻ കരിഞ്ഞു തരികയാണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്, ഭഗവാൻ എന്നെക്കൊണ്ട് എന്തോ ചെയ്യിക്കണു. ചൂടുചോറ് കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുക എന്നൊക്കെ കാവ്യഭാഷയിൽ പറയും. അതേമാതിരി അവസ്ഥയിലാണ്. പക്ഷെ ഞാനത് ഓരോ ബിറ്റ് സെക്കൻഡും എൻജോയ് ചെയ്യാണ്. ഭഗവാന് അനന്തകോടി നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഗുരുനാഥനും എൻ്റെ അഭിവന്യ പിതാവിനും നിങ്ങളാകുന്ന ശ്രോതാക്കൾക്കും ഒക്കെ. കാരണം അത്രയും ഒരു ഡീപ്പ് റൂട്ടഡ് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ 500 എപ്പിസോഡ് ഇത് പറഞ്ഞു കഴിഞ്ഞു. അതായത് 238 സർഗത്തോടു കൂടിയിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിയാണ്. ഇനി വരുന്നത് ലീലാകാന്ഡം, ഭഗവാന്റെ അവതാരത്തോടു കൂടിയിട്ടുള്ള ലീലകളാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപദേശകാന്ഡം, അങ്ങനെ 3 കാണ്ഡമായിട്ടാണ് ഇതിനെ തിരിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ 238 സർഗം ശ്രീകൃഷ്ണാവതാര സൂചനത്തിലെ 72ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ എപ്പിസോഡിൽ. അതെന്തായിരുന്നു? കുരുകുലകലഹത്താൽ ഒഴിതന്മാലകറ്റി തരമുടു കൃപയാൽ താൻ പാർത്ഥനും മേന്മയേറ്റി വരമരുളി വിശേഷിച്ച് ഉദ്ധവന് ആത്മതത്വം പരമവതമേയം പൂകി വിശ്വൈകനാഥൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അത് അങ്ങനെയാണ് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ വിഭൂതി കാണ്ഡേ അഷ്ടാത്രിംശാധികദ്വിശതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം എന്നൊക്കെ പറയണ്ടായി. വിഭൂതി കാണ്ഡ സമ്പൂർണം ഭഗവാന്റെ അവതാരങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ വിഭൂതികളെ പറ്റി വിസ്തരിച്ചു. ഇനിയാണ് നമ്മൾ ലീലാകാന്ഡത്തിലേക്ക് പോണത്. അതിപ്പോൾ നമ്മുടെ എപ്പിസോഡ് 501. അപ്പോൾ ശ്രീകൃഷ്ണ കഥ മാഹാത്മ്യം, കംസൻ്റെ രാജഭരണം, ഭൂമിദേവിയുടെ സങ്കടം, അവതാര പ്രതീക്ഷ, ഇത്രയും കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് കോർത്തിണക്കിയിട്ടുണ്ട് ഈ പിന്നെ സർഗത്തിൽ. പക്ഷേ ഇതിൽ വളരെ അധികമില്ല, 33 ശ്ലോകങ്ങളേ ഉള്ളൂ. അതിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ട്. നോക്കുക. അപ്പോൾ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒന്നാമത്തെ ശ്ലോകം പറയണു. കുറച്ച് ഒരു ഇതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശ്ലോകങ്ങളൊക്കെ 6 വരി 8 വരിയാണ്. അപ്പോൾ 33 ശ്ലോകം ഉണ്ടെങ്കിൽ 66 ശ്ലോകത്തിന് ഫലം ഉണ്ടാവും. നോക്കാം. ഒന്നാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? ശ്രീമന്മാരുതമന്ദിരത്തിൽ ഗുരുവായൂരിൽ നിന്നർത്ഥം. വിളയാടൂടിന്നിതാ നിസ്തുല പ്രേമം ഗോപികമാരിലേകിയൊരതേ വിശ്വൈക ഭാഗ്യോദയം. അതായത് താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിക്ക് സ്വാധീനമായിട്ടുള്ള ഗുരുഭവന പുരേശനെ സ്വന്തം വാക്യങ്ങളിൽ കൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക ചെയ്യണത്. എന്താ? ശ്രീമന്മാരുതമന്ദിരത്തിൽ വിളയാടോടുന്നിതാ നിസ്തുല പ്രേമം ഗോപികമാരിലേകിയൊരതേ വിശ്വൈക ഭാഗ്യോദയം. ഓമൽ പൂങ്കുളിർ കയ്യിൽ ഭഗവാനെ ഓമൽ പൂങ്കുളിർ കയ്യിൽ വേണുവും എന്നീ മട്ടിൽ മിന്നും ദയാധാമത്തിൻ ചരിതാമൃതത്തിൽ ഉയിർ പൂണ്ടിടുന്നു മുപ്പാരിടം. ഈശ്വരൻ്റെ മഹിമയിലാണ് ഈ ജീവാത്മാവ് പരിലസിക്കണതെന്ന് തന്നെയാണ് പറഞ്ഞത്. ചരിതാമൃതത്തിൽ ഉയിരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ എന്നർത്ഥം.
ഉയിരുണ്ടോ എന്ന് വെച്ചാൽ പിന്നെ ജീവുണ്ടോ എന്നർത്ഥം. അതൊരു തമിഴാണ് സംസ്കൃതമാണോ എനിക്കറിയില്ല. ഉയിര്. അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ ഒരു ഡെപ്ത്നെസ് നമ്മൾ ആലോചിച്ച് നോക്കണം. ശ്രീമൻ മാരുത മന്ദിരത്തിൽ വിളയാടോടുന്നിതാ നിസ്തുല പ്രേമം ഗോപികമാരിലേകിയോർ അതേ വിഷയിക ഭാഗ്യോദയം ഓമൽ പൂങ്കുളിർ കയ്യിൽ വേണുവും എന്ന് ഈ മട്ടിൽ മിന്നും ദയാധാമത്തിൻ ചരിതാമൃതത്തിൽ ഉയർപ്പൊണ്ടിടുന്നു മുപ്പാരിടം. 3 ലോകങ്ങളും എന്ന് പറയണ്ടേ. രണ്ടാമത്തെ ശ്ലോകം നോക്കുക. അതേമാതിരി തന്നെ ഏതൊന്നിങ്കൽ അണഞ്ഞ മാനസം എണീറ്റോടില്ല. ഏതൊന്നിങ്കൽ അണഞ്ഞ മാനസം എണീറ്റോടില്ല. ഈ മനസ്സാണ് കുഴപ്പമുണ്ടാക്കുന്നത്. അപ്പോൾ മനസ്സ് ബുദ്ധി മനസ്സിന് അടിമയാവാൻ പാടില്ല. ബുദ്ധി സ്വതന്ത്രമായിരിക്കണം. ബുദ്ധി ദൈവികമായിട്ടുള്ള യാദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്മേ 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 നമോ അപ്രമാണമുണ്ട്. ഈശ്വരീയമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? അറിവില്ലാത്തത് കൊണ്ട്, ബുദ്ധി ഉപയോഗിക്കാതെ കൊണ്ട് മനസ്സ് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് തെറ്റാ. കുരങ്ങിൻ്റെ രൂപമാണ് മനസ്സിന്. എപ്പോഴും ചാടി കളിച്ചുകൊണ്ടിരിക്കും മനസ്സ്. അപ്പോൾ ഈശ്വരൻ മനസ്സിലല്ലേ? അല്ല, ഈ മനസ്സിന് 4 അറകളുണ്ടെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ 4 ലെയേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാ? മനസ്സ്, ചിത്തം, അഹങ്കാരം, ബുദ്ധി. ഈ 4ഉം കൂടിയിട്ടുള്ളത് തന്നെയാണ് പൊതുവെ മനസ്സെന്ന് പറയുക. അതിന് അന്ധഃകരണം എന്ന് ശാസ്ത്രീയമായിട്ട് പറയും. അപ്പോൾ ഈ അന്ധഃകരണ വൃത്തി ഒരേ സമയത്ത് ഒന്നേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ചിതാകാശ ഗുഹയിലാണ് തേജോപുഞ്ചമായിട്ട് ഭഗവാൻ വിരാജിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ കണ്ട് നമ്മൾ ഈ വിഗ്രഹത്തിലാണ് ഈശ്വരൻ തെറ്റിദ്ധരിക്കുകയാണ്. ആർക്കാണ് വിഗ്രഹത്തിൽ വിശേഷേണ ഗ്രഹിക്കേണ്ടത്? പിന്നെ വിഗ്രഹത്തിൽ മരത്തിൻ്റെ ആണെങ്കിലും ലോഹത്തിൻ്റെ ആണെങ്കിലും കല്ലിനാണെങ്കിലും ചൈതന്യം ഉള്ളിലുള്ളവർക്ക് മാത്രമേ അത് അറിയുള്ളൂ. എനിക്ക് ചൈതന്യമില്ലെങ്കിൽ എനിക്ക് എന്ത് ഗുരുവായൂരപ്പൻ, എന്ത് അയ്യപ്പൻ, എന്ത് ശാസ്താവ്? അപ്പോൾ ഇവിടെ ഏതൊന്നിൽങ്കൽ അണഞ്ഞ മാനസം എണീറ്റോടില്ല മറ്റൊന്നിലേക്ക് ഏതിൻ തുള്ളി തെറിച്ച വാക്കിലൊഴുകും മാധുര്യമന്യാദൃശം. എന്താ പറഞ്ഞത്? ഏതിന്നിങ്കൽ അണഞ്ഞ മാനസം. ഭഗവത് പാതാരവിന്ദത്തിൽ പ്രേമം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് വൈകൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല. അപ്പോൾ ഏതൊന്നിങ്കൽ അണഞ്ഞ മാനസം എണീറ്റോടില്ല മറ്റൊന്നിലേക്ക് ഏതിൻ തുള്ളി തെറിച്ച വാക്കിലൊഴുകും മാധുര്യമന്യാദൃശം. ഭാഗവതം സേവ്യ. അത് ഒരു തുള്ളി അനുഭവിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ മായയെ ഭയക്കേണ്ടതില്ല. കാരണം എന്താ? ഭഗവാൻ പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഭാഗവതത്തിൽ ഒരു തുള്ളി നുണഞ്ഞിട്ടുണ്ടെങ്കിൽ അമൃതാണത്, മരണമില്ല പിന്നെ. അതുകൊണ്ട് ഏതൊന്നാലുയർമിന്നും ആ മഹതിമാം ഈ ചൈതന്യം ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്ക് ജീവൻ ഉണ്ട് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് ജീവൻ പോയാൽ നമ്മൾ ശവായി. അതുകൊണ്ടാണ് ഏതൊന്നാലുയർമിന്നും ആ മഹിതമാം ശ്രീകൃഷ്ണലീലാമൃതം. കഥാമൃതം അല്ല, ഇപ്പോൾ ലീലാമൃതം പ്രീതിപ്പെട്ടു നുകർന്നു തന്നെ ഭഗവൽ പ്രേമത്തിൽ മുങ്ങാവൂ നാം. ഈശ്വര കടാക്ഷത്തിന് വേണ്ടി, ഈശ്വരൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഭക്തിയാകുന്ന സമുദ്രത്തിൽ നമുക്കൊന്ന് മുങ്ങാം. എങ്ങനെ? ഏതൊന്നാൽ ഉയർമിന്നും ആ ജീവൻ മിന്നുന്നതായ അവസ്ഥയിലുള്ളതിനെ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. മിന്നും ആ മഹിതമാം ശ്രീകൃഷ്ണലീലാമൃതം പ്രീതിപ്പെട്ടു നുകർന്നു തന്നെ സന്തോഷത്തോടു കൂടി നുകരണം. 1000 ചെവികൾ വേണം ഭഗവാനെ എനിക്ക് അങ്ങയുടെ വിഭൂതികളെ കേൾക്കാൻ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു സബ്ജക്റ്റ് മനസ്സിലാവുള്ളൂ. പ്രീതിപ്പെട്ടു നുകർന്നു തന്നെ ഭഗവത് പ്രേമത്തിൽ മുങ്ങാവൂ നാം. ഭഗവത് പ്രേമം അതൊന്നു മാത്രമേ ഉള്ളൂ. അത് ബ്രാഹ്മണർക്ക് വേറെ, ക്ഷത്രിയർക്ക് വേറെ, ക്ഷത്രിയ വൈശ്യർക്ക് വേറെ, ശൂദ്രർക്ക് വേറെ, സ്ത്രീകൾക്ക് വേറെ, പുരുഷന്മാർക്ക് വേറെ, പണ്ഡിതന്മാർക്ക്, പാമരൻ ഇല്ല. ഒന്നേ ഉള്ളൂ.
നിങ്ങൾക്ക് അയിത്തുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കേണ്ടതേ ഞാൻ പറയുള്ളൂ. ഏതിലെ ഭഗവൽ അപ്പോൾ പറഞ്ഞു ഭഗവൽ പ്രേമത്തിൽ മുങ്ങാവൂ നാം. പറച്ചുപെറ്റ് മന്ദിരകുലത്തിലുള്ള എല്ലാ ജാതിക്കാർക്കും ബ്രാഹ്മണർക്കും, അതായത് അങ്ങേ അറ്റം ഉള്ളവർക്കും ഇങ്ങേ അറ്റം ഉള്ളവർക്കും ഭഗവത് പ്രേമത്തിൽ മുങ്ങാനുള്ള അധികാരമുണ്ട്. മൂന്നാമത്തെ ശ്ലോകം, എള്ളിൽ തങ്ങിടും എണ്ണ പോലെ ഉലകിൽ. ഒരു എള്ള എത്ര മൈന്യൂട്ടായിട്ടുള്ളൊരു ധാന്യ, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? എണ്ണയുണ്ട് അല്ലേ? അത് ഒന്നെടുത്ത് കടിച്ചു നോക്കിയാൽ അറിയാം. അതിനെ മെഷീനിലിട്ട് അരച്ചിട്ടാണ് നല്ലെണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ എള്ളിൽ തങ്ങിയിടും എണ്ണ പോലെ ഉലകിൽ തിങ്ങുന്ന ചൈതന്യം. അതേപോലെയാണ് ഓരോ മൺതരികളിലും ഈശ്വര ചൈതന്യമുണ്ട്. അതറിയാണ്ട് പോണത് നമ്മൾ ഈശ്വരൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. പേര് കേട്ട വിഗ്രഹങ്ങളിലാണ് ഈശ്വരന് തെറ്റിദ്ധരിക്കണു. അനാത്മവസ്തുക്കളിലാണ് ആത്മാവ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. അവ കല്ലിനെ ശിവനാക്കുന്നത് ചൈതന്യമുള്ള ബ്രാഹ്മണരുടെ മന്ത്രപൂർവമുള്ള കാര്യങ്ങളാണ്. മന്ത്രവും തന്ത്രവും അങ്ങനെ പറയാം. അപ്പോൾ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള രീതിയിലെ പ്രതിമകളെ പൂജിച്ചാൽ കൂടി ആ പൂജിക്കുന്ന ആളുടെ വൈദഗ്ധ്യം, ആർക്ക് വേണ്ടി പൂജിക്കുന്നു അയാളുടെ മാനസികാവസ്ഥ, ഇതൊക്കെ പരിപാവനമാണെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ എള്ളിൽ തങ്ങിയിടും എണ്ണ പോലെ ഉലകിൽ തെങ്ങുന്ന ചൈതന്യം ഇങ്ങ് ഉള്ളിൽ കൃഷ്ണകഥാമൃതം ചൊരിയുകിൽ. ശ്രീകൃഷ്ണകഥാമൃതം ഉള്ളിലേക്ക് ചൊരിയണം, കാതുകൂടെ കേൾക്കണം. എന്നാൽ എന്തുണ്ടാവും? ഉള്ളിൽ കൃഷ്ണകഥാമൃതം ചൊരിയുകിൽ ചെയ്യേണ്ട മറ്റൊന്നിന് കൊള്ളില്ലൊന്നിനും അത്ര മൂഢൻ ഇവനെ താരാട്ടി നിന്നാഭിതം. അതായത് ഈശ്വരൻ്റെ പ്രേമത്തിൽ അനുരാഗം നമ്മൾക്കുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. വേറൊന്നും വേണ്ട, ഈശ്വരനോടുള്ള പ്രേമാണ് വേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഫാമിലി, അതിൽ ഹസ്ബൻഡും ഉണ്ട് വൈഫും ഉണ്ട്. അവർ പരസ്പരം ഒരു ധാരണ വേണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം. പക്ഷേ അത് ശാരീരത്തിനെ ആയിരിക്കരുത്, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസിനെ ആവരുത്, പാക്കേജിനാവരുത്. പിന്നെയോ ആത്മീയ സംതൃപ്തി. ആത്മാവ് എവിടെയാണ്? ജീവനെയാണ് ആത്മാവ് എന്ന് പറഞ്ഞത്. അപ്പോൾ ശാരീരികമല്ല, മെറ്റീരിയലിസ്റ്റിക് അല്ല ഈ സബ്ജക്റ്റ്. മുഴുവൻ 100% ഡിവൈനാണ്. അതറിയാതെ കൊണ്ട് നമ്മൾ ഇരുട്ടത്ത് തപ്പുകയാണ്. അതവരുടെ വെളിച്ചത്ത് തപ്പു കാണും. അപ്പോൾ കൊള്ളില്ല ഒന്നിനും അത്ര മൂഢൻ ഇവനെ താരാട്ടി നിന്നാവിധം തള്ളി വരുന്നതായ ഭഗവൽ കാരുണ്യമേ. അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. ഞാൻ ഒന്നിനും കൊള്ളില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ 6-7 വർഷം സകാമത്തിലിരുന്നു. തെറ്റാണ്, അകാമത്തിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ കൊള്ളില്ല ഒന്നിനും അത്ര മൂഢൻ ഇവനെ താരാട്ടി നിന്നാവിധം. ഭഗവാൻ അദ്ദേഹത്തിനെ താരാട്ടിയും കൊണ്ട് നിൽക്കുകയാണ്. നിനക്ക് വേണ്ടത് ഞാൻ തരാം, തന്നിട്ടുണ്ട്, നീ തുടങ്ങിക്കോ, ശ്രീകൃഷ്ണ കഥാമൃതം നീ പറ, എഴുത. തള്ളി വരുന്നതായ ഭഗവൽ കാരുണ്യമേ. എനിക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് വിട്ടുപോകാൻ താല്പര്യമില്ല. കാരണം എന്താ, ഇത് താമരശ്ശേരിയുടെയും താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരെ പോലെ ഉള്ള എണ്ണയ്ക്കും ഒക്കെ ബാധകമാണ്. എന്താ? തള്ളി വരുന്നതായ ഭഗവൽ കാരുണ്യമേ. ഞാൻ നിങ്ങളോട് ഓരോ എപ്പിസോഡിലും ഇതിനെപ്പറ്റി പറയാറുണ്ട്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവത് കൃപാകടാക്ഷത്തിന് പാത്രീഭൂതരായി കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു ക്രൈറ്റീരിയ ഇല്ല. ഭഗവാൻ നിശ്ചയിക്കുകയാണ്, ഇയാൾക്ക് എൻ്റെ വിഭൂതിയുടെ ഒരു കണിക കൊടുക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചാൽ ആ കണികയിൽ നിന്ന് ഏതുമാതിരിയാണ് ഭഗവാൻ മത്സ്യാവതാരത്തിൽ സ്വയം വലുതായത്, അതേമാതിരി ആ ഭക്തന് കിട്ടുന്ന ഈശ്വരാനുഗ്രഹം എന്നുള്ളൊരു കണിയുണ്ടല്ലോ, അത് മതി ആജീവനാന്തം ജീവിക്കാനും ജനന മരണങ്ങളാകുന്ന വെപ്രാളത്തിൽ പോയി പെടാതെ കണ്ടിരിക്കാനും മുമുക്ഷത്വത്തിനൊക്കെ ബാധകമാണ്. എന്താ പറഞ്ഞത്? അപ്പോൾ തള്ളി വരുന്നതായ ഭഗവൽ കാരുണ്യമേ കൈത്തോഴാം. 3 ശ്ലോക പറഞ്ഞത് 14 മിനിറ്റിൽ. പിന്നെ പറഞ്ഞു 4-ാമത്തെ ശ്ലോകം,
പേർ കൊണ്ടീടിന ഇരുകൈ കൊണ്ടും കളിപ്പിച്ചൊരാവാർ കൊണ്ടൽ പ്രഭയേന്തി മിന്നിയ പരബ്രഹ്മം ജഗന്മോഹനം. ഇവിടെ വസുദേവരെ പറ്റിയിട്ടല്ല പറഞ്ഞത്, നന്ദഗോപരെ പറ്റിയിട്ടാണ് പറഞ്ഞത്. കാരണം വസുദേവർക്ക് ലാളിക്കാൻ പറ്റിയിട്ടില്ല ഭഗവാനെ. അതിന് ഭാഗ്യം ചെയ്തത് നന്ദഗോപരാണ്. അപ്പം ഇവിടെ പേർ കൊണ്ടീടിന പ്രശസ്തി ആർജിച്ച നന്ദഗോപൻ ഇരുകൈ കൊണ്ടും കളിപ്പിച്ചൊരാ. അതായത് ആ ശ്രീകൃഷ്ണൻ്റെ ശരീരം, ശ്രീകൃഷ്ണൻ്റെ ബാലാവസ്ഥയിൽ വാർ കൊണ്ടൽ പ്രഭയന്തി മിന്നിയ, വാർ കൊണ്ടൽ പ്രഭയന്തി മിന്നിയ, അതായത് എന്താ പറയുക, നീലശ്യാമള കോമള എന്നൊക്കെ പറയും. ഒരു കറുപ്പെന്നല്ല പറയാം, തലമുടിയൊക്കെ ഒരു നീലിമ ഉള്ളത് അങ്ങനെയാ. അപ്പോൾ വാർ കൊണ്ടൽ പ്രഭയേന്തി മിന്നിയ, ഇടിവെട്ടെന്നും പറയാം, ഇടിമിന്നുന്നതായ പ്രഭയോടുകൂടി പരബ്രഹ്മം ജഗന്മോഹനം. അവിടെ കൃഷ്ണൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല. നന്ദഗോപര ഇരുകൈയിലും കൂടി താലോലിക്കുന്ന ആ ശരീരം പരബ്രഹ്മമാണ് എന്ന് നമ്മൾ എപ്പോൾ പഠിക്കണം? 8, 10, 12 വയസ്സുകളിൽ പഠിച്ചിരിക്കണം. അതില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് പറ്റിയിട്ടുള്ള അപച്യുതികൾ മുഴുവൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ അത് പരബ്രഹ്മമാണ്. അത് ആചാര്യന്മാർ മനസ്സിലാക്കണം. സപ്താഹം ഏറ്റെടുത്ത് പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ പോകാൻ പാടില്ല വേറെ വഴിക്ക്. അപ്പോൾ അവരവരുടെ പ്രൊഫഷനിൽ വെള്ളം ചേർക്കുക, അത് ചെയ്യാൻ പാടില്ല. സമൂഹത്തിനെ വഞ്ചിക്കുക, ചെയ്യാൻ പാടില്ല. കാരണം സമൂഹത്തിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഒരു സപ്താഹത്തിന് പങ്കെടുത്ത അത്രയും ആൾക്കാരെ വഞ്ചിക്കുക. ഞാൻ ആചാര്യനായിട്ട് 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടുന്ന് മുങ്ങുക, അത് മോശം. ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കിയവർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വാർ കൊണ്ടൽ പ്രഭയന്തി മിന്നിയ പരബ്രഹ്മം ജഗന്മോഹനം. മോഹനം മാർക്കൊണ്ടായർ വധുജനങ്ങളണിയും, മാർക്കൊണ്ടായർ വധുജനങ്ങളണിയും നീലപ്പതക്കം. അതായത് ഗോപസ്ത്രീകളൊക്കെ ഈ ശ്രീകൃഷ്ണനെ എടുത്ത് മാറോടണയ്ക്കുമ്പോൾ ആ ശ്രീകൃഷ്ണൻ ഒരു നീലപ്പതക്കമായിട്ട് മാറണു എന്നാണ് കവി ഉദ്ദേശിച്ചത്. ഞാൻ ഇപ്പോൾ ആരുടെ പേരെടുക്കുക? ബോംബെയിലെ ചേച്ചിയുടെ പേരെടുക്കണോ ഹരിദാസൻ്റെ പേരെടുക്കണോ എനിക്കറിയണില്ല. വ്യാസർ കാണുന്നൊരു കാഴ്ച, അല്ലെങ്കിൽ ഭട്ടതിരിയുടെ മനസ്സിൽ ഉയർന്ന ഒരു കാഴ്ച, ഗോപസ്ത്രീകൾ ശ്രീകൃഷ്ണ പരമാത്മാവിനെ പരബ്രഹ്മമാണ് എന്ന് അറിഞ്ഞാലും അറിയാതെ കണ്ടും അവരവരുടെ ശരീരത്തിൽ കെട്ടിപ്പിടിക്കുമ്പോൾ അതൊരു നീലപ്പതക്കമാണെന്ന് എന്താ കവി ഭാഷ എന്ത് പറയും? അപ്പോൾ പറഞ്ഞു പേർ കൊണ്ടീടിന നന്ദഗോപൻ കൈകൊണ്ടു കളിപ്പിച്ചൊരാവാർ കൊണ്ടൽ പ്രഭയന്തി മിന്നിയ പരബ്രഹ്മം ജഗന്മോഹനം. മാർക്കൊണ്ടായർ വധുജനങ്ങളണിയും നീലപ്പതക്കം. മഹാന്മാർ കണ്ടീടിന കാന്തി കന്തളമുടൻ. മഹാന്മാരെ യോഗീശ്വരന്മാർ കണ്ടീടിന കാന്തി കന്തളം ഉടൻ കണ്ടാവോ കൺമുന്നിൽ ഞാനും കണ്ടു എന്നാണ്. വ്യാസരുടെ തൂലികയിൽ കൂടെ ചലിച്ചിട്ടുള്ള അക്ഷരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ആ ശ്രീകൃഷ്ണ പരബ്രഹ്മത്തിൻ്റെ രൂപത്തിനെ ഞാൻ കണ്ടു. എങ്ങനെ? ഗോപസ്ത്രീകൾ ഭഗവാനെ ഇരുകൈയോടും പ്രേമ പുരസ്കരം അവരവരുടെ മാറത്ത് കെട്ടിപ്പിടിക്കുമ്പോൾ അത് അവരുടെ നീലപ്പതക്കമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ എന്നാ. അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ടീടിന കാന്തി കന്തളം ഉടൻ കണ്ടാവു കൺമുന്നിൽ ഞാൻ. ആ തേജോവിഹാരത്തിനെ ഞാൻ നഗ്നമായ കണ്ണുകളെ കൊണ്ടല്ല, ചിത്തത്തിൽ ഉദിച്ചിരിക്കുന്ന ചൈതന്യത്തിനെ ജ്ഞാനമാകുന്ന കണ്ണിനെ കൊണ്ട് ഞാൻ കണ്ടു എന്നർത്ഥം. അറിവാകുന്ന കണ്ണ് നമുക്കൊക്കെ ഉണ്ട്, ശിവന് മാത്രമല്ല 3-ാം കണ്ണ് നമ്മളിലുണ്ട്, പക്ഷെ നമ്മളത് ഉപയോഗിക്കണില്ല. അതുകൊണ്ട് താർത്തേൻ പുഞ്ചിരുകൊള്ളുവതോ
താർത്തേൻ പുഞ്ചിരുകൊള്ളുവതോ. എന്താ താർത്തേൻ എന്ന് പറഞ്ഞാൽ? വളരെ നാച്ചുറലായിട്ടുള്ള മധു, അത് തേന്, അത് അനുഭവിച്ച മാതിരി പുഞ്ചിരിയുള്ളതെന്നർത്ഥം. തേനിനാണോ മധുരം, ഭഗവാന്റെ പുഞ്ചിരിക്കാണോ മധുരം? തേനിന് മധുരമില്ല, ഭഗവാന്റെ പുഞ്ചിരിക്കാണ് മധുരം എന്നർത്ഥം പറയണം. അപ്പോൾ താർത്തേൻ പുഞ്ചിരി കൊള്ളുവതോ, തല കറുത്തിടുന്നതോ, രണ്ടു കാലാൽ താനിങ്ങു നടപ്പതോ. ആ കൃഷ്ണന്റെ ലീലകളാണ് പറഞ്ഞത്. താർത്തേൻ പുഞ്ചിരി കൊള്ളുവതോ, തല കറുത്തിടുന്നതോ, രണ്ടു കാലാൽ താനിങ്ങു നടപ്പതോ, നവനവോല്ലാസങ്ങൾ നേടുന്നതോ, പുതിയ പുതിയ ഉല്ലാസങ്ങൾ തേടുന്നതോ, മർത്യന് ഈ വകയൊന്നുമല്ല മഹിതന്മാരോതിടും ലക്ഷണം. ഇതിലൊന്നല്ല നമ്മൾ ഇപ്പോൾ നമ്മൾ അല്പന്മാർക്ക് അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കുട പിടിക്കുന്നൊരു ചൊല്ലുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സ് ധാരാളമുണ്ട് ഗുരുവായൂർ. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി ചെറിയൊരു പാവുമുണ്ടൊക്കെ ചുറ്റി ഒരു മണിമാലി ഇട്ടിട്ട് ആ അമ്പലത്തിൻ്റെ വഴിയിൽ എവിടെയെങ്കിലും ഓടുന്നു കണ്ട അപ്പോൾ പറഞ്ഞു ഉണ്ണിക്കണ്ണൻ. ഞാൻ സമ്മതിച്ചു. പക്ഷേ ഭഗവാന് രൂപമില്ല. ഭഗവാൻ മായയെ ഉപോത്ഫലകമായിട്ട് സ്വീകരിച്ചിട്ടാണ് ശരീരം ധരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു ഭഗവാന്റെ തലമുടിയോ സ്തൂമന്ദഹാസമോ നടക്കുന്നതിലുള്ള ചാരുതയോ അതൊന്നും അല്ല പ്രസക്തി. പിന്നെന്താ? മർത്യനെ ഈ വകയൊന്നുമല്ല മഹിതന്മാരോതിടും ലക്ഷണം. ഈ പുരാണങ്ങളൊക്കെ വായിച്ച് പഠിച്ചാൽ പോരാ, വായിക്കാൻ പഠിച്ചാൽ പോരാ. ലക്ഷണം, ഓരോ ശ്ലോകത്തിലും ഒളിഞ്ഞു കിടക്കുന്ന താത്വിക വിഷയങ്ങളെ അനലൈസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. താത്വിക വിഷയങ്ങളെ പിരിച്ച് അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ജീവിതത്തിലേക്ക് പകർത്താൻ എളുപ്പമാണ്. ഉപ്പുപ്പാവ വെള്ളത്തിൽ അലിയും, അല്ലെങ്കിൽ കൽക്കണ്ടം വെള്ളത്തിൽ അലിയും. അലിഞ്ഞാൽ അത് രുചിച്ച് നോക്കണം, അതിന് നാവന്നെ വേണ്ടേ? അപ്പോൾ ഇവിടെ ഭാഗവതം ചെവി കൂടെയാണ് കേൾക്കുക. അതാണ് കർണപീയൂഷം. കർണം കാത്, കണ്ണിന് അമൃതം കഴിച്ച സ്വാദ് വേണമെങ്കിൽ സദാസേവ്യ ഭാഗവതം. വേറൊന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് മർത്യന് ഈ വകയൊന്നുമല്ല മഹിതന്മാരോതിടും ലക്ഷണം, ഭക്തിജ്ഞാന വിരാഗമൂല ഭഗവൽ പാദാംബുജോപാസനം. ഭഗവാന്റെ പാദപത്മങ്ങളെ ഉപാസിക്കലാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥമായ അന്തസ്സ്. അന്തസ്സ് മുഖത്തിൻ്റെയോ ഉടുക്കുന്ന വർഷത്തിൻ്റെയോ അല്ല, ബാങ്ക് ബാലൻസും അല്ല. പിന്നെയോ ഭഗവത് പ്രീതികരമായിട്ട് ഭഗവാന്റെ തിരുപാദ പത്മങ്ങളിൽ നമ്മൾ എത്ര ശതമാനം ലയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലയിക്കുന്നുണ്ട്? ഭക്തിജ്ഞാന വിരാഗമൂല ഭഗവൽ. ആ മൂന്നെണ്ണം, ഭക്തി വേണം, ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. ഇത് മൂന്നുള്ളൊരാചാര്യൻ 2 ദിവസം കഴിഞ്ഞാൽ 5 ദിവസം മുങ്ങാൻ പാടില്ല. ഭക്തന്മാർക്കും ഒരു താല്പര്യം വേണം. ആലോചിക്കേണ്ട കാര്യം അതൊക്കെ. അപ്പോൾ ഒരു സപ്താഹം നന്നായി എന്ന് പറഞ്ഞാൽ എത്ര ആൾ ഊണ് കഴിച്ചു, എന്തൊക്കെ സദ്യ വിഷയം ഉണ്ടായിരുന്നല്ല. ഭക്തിജ്ഞാന വിരാഗമൂല ഭഗവൽ പാദാംബുജ ഉപാസനം, ഉപാസിക്കണം. പിന്നെ കൈ വന്നുള്ള മനുഷ്യജന്മം. നമ്മൾക്ക് ഈശ്വരകാരുണ്യം കൊണ്ട് ജന്മാന്തര പാപപുണ്യങ്ങളെ തൂക്കി നോക്കുമ്പോൾ ഉയരാൻ ഒരു സന്ദർഭമുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് മനുഷ്യജന്മം കിട്ടിയത്. മനുഷ്യജന്മത്തിൽ മാത്രമേ ഉയരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൈ വന്നുള്ള മനുഷ്യജന്മം മുഷീനാൻ ആയുസ്സും മനുഷ്യജന്മം ഉഷിനാം ആയുസ്സും ആരോഗ്യവും സേവിപ്പാനിഴും അന്തരംഗം. സേവിപ്പാൻ അന്തരംഗം വേണം, മനസ്സ് വേണമെന്നർത്ഥം.
ഭഗവത് തിരുപാദപത്മങ്ങളെ സേവിക്കാൻ അന്തരംഗത്തിൽ പ്രചോദനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ജന്മാന്തര പുണ്യം ഏറി നിൽക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് സേവിപ്പാനെഴും അന്തരംഗം അതുമട്ടോ ഏതേതു സാമഗ്രിയും, അതിന് ഏതേത് സാമഗ്രികളും ഈ വണ്ണം ഭഗവാൻ അലിഞ്ഞരുളിനാൻ ഓർത്താൽ മഹാഭാഗ്യം ഈ ജീവാത്മാക്കൾ ഉണർന്നൊരൊറ്റ നിമിഷം പാഴാക്കി വാഴുക. ഇനി അദ്ദേഹത്തിന് മനസ്സ് തുറന്നു. 5-6 കൊല്ലം അല്ലെങ്കിൽ 6-7 കൊല്ലം ഞാൻ സഗുണോപാസനയാണ് ശരിയെന്ന് വിചാരിച്ച് പുറപ്പെടാശാന്തിയായിട്ട് താടിയും തലയും നീട്ടി ഗുരുവായൂരമ്പലത്തിൽ 2:45 മണിക്ക് കുളിച്ച് 3 മണിക്ക് ശ്രീലകത്ത് കയറി ഇന്ന് ഈ പറയുന്ന പോലെയുള്ള പൂജാവിധാനങ്ങളൊക്കെ ചെയ്തൊരു മഹാനുഭാവൻ പറയണു, കൈവന്നുള്ള മനുഷ്യജന്മം മുഷിനാനായുസ് ആരോഗ്യവും സേവിപ്പാനെഴും അന്തരംഗം അതുമട്ടേതേതു സാമഗ്രിയും ഈ വണ്ണം ഭഗവാൻ അലിഞ്ഞരുളിനാൻ അരുളിനാൻ ഓർത്താൽ മഹാഭാഗ്യം. ഇതാണ് ഇത് ഇത്രയൊക്കെ ഇതിൽ വിസ്തരിച്ചിട്ടുണ്ട് ഈ പറയുന്ന രൂപത്തിൽ. എനിക്കറിയോ? ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ ഇത് തുടങ്ങുമ്പോൾ പറഞ്ഞത് എൻ്റെ മനസ്സിലുള്ള അവസ്ഥ എനിക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയണ്ടായി. അത് ഞാൻ പറഞ്ഞതല്ല, എന്നെക്കൊണ്ട് പറയിപ്പിച്ചു ഭഗവാൻ. എന്നിട്ട് ഭഗവാൻ അതിനെ സാർത്ഥകമാക്കാൻ വേണ്ടി, സത്യമാക്കാൻ വേണ്ടി ഈ വണ്ണം ഭഗവാൻ അരുഞ്ഞരുളിനാൻ ഓർത്താൽ മഹാഭാഗ്യം. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ മഹാഭാഗ്യമാണ് ഈ ജീവാത്മാക്കൾ ഉണർന്നു ഒറ്റ നിമിഷം പാഴാക്കി വാഴുക. ഇനി ഈ ശ്രീകൃഷ്ണ കഥാമൃതം ഇത്രയും ഡീറ്റെയിലായിട്ട് മനസ്സിലാക്കാൻ ഒരു സന്ദർഭം കിട്ടിയാൽ ഇനി ഇവിടുന്ന് ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാമെന്നല്ലാതെ കണ്ട് ഒരു നിമിഷം ഭൗതികത്തിൽ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. കാശ്, പ്രശസ്തി, വീട്, കാറൊക്കെ തന്നെ ഉണ്ടാവും. ഞാൻ ഈ ഓരോ എപ്പിസോഡിലും ഞാൻ എൻ്റെ വൈപരീത്യങ്ങളെ പറ്റി പറയാറുണ്ട്. എന്നിട്ട് ഞാൻ 3 കാറ് ഓടിച്ചു. വലിയ പ്രീമിയം വണ്ടിയൊന്നും അല്ലെങ്കിലും ഞാൻ 99 സെപ്റ്റംബർ മാസത്തിലോട്ട്, അതായത് ഗണപതി സീസണിലാണ് ഉണ്ടായത്, ബോംബെയിലെ ഒരു കാറ് വാങ്ങി, മാരുതി ഓമിനി. അത് 6-7 കൊല്ലം കഴിഞ്ഞിട്ട് ഞാനൊരു പ്രീമിയം വണ്ടി, അന്നത്തെ പ്രീമിയം വണ്ടി മാരുതിയുടെ ST വാങ്ങി. 9 മാസമേ ഉണ്ടായുള്ളൂ. അത് വിറ്റു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദയായി ഞാൻ. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ടോ ഒക്കെ കഴിഞ്ഞിട്ടും ഞാനൊരു മാരുതി ആൾട്ടോ 800 വാങ്ങി. ഇനിയിപ്പം മക്കൾ വന്നാൽ അതൊന്ന് മാറ്റി വാങ്ങണം, കാരണം 11 കൊല്ലമായി ഇപ്പോൾ. എന്താ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ആർഭാടം എന്നുള്ളത് അനുഭവിച്ചിട്ടില്ല. എനിക്കതിൽ സങ്കടമില്ല. കാരണം എന്താ, അത് പ്യുവർ വേസ്റ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആർഭാടം അങ്ങനെയൊന്നുമില്ല. ആർഭാടം ഇപ്പോൾ ഈ പറഞ്ഞതാണ്, ഈ വണ്ണം ഭഗവാൻ അലഞ്ഞറിനാർത്താൽ മഹാഭാഗ്യം. ഇതാണ് ആർഭാടം എന്നെ സംബന്ധിച്ചിടത്തോളം. മഹാഭാഗ്യം ഈ ജീവാത്മാക്കൾ ഉണർന്ന ഒരൊറ്റ നിമിഷം പാഴാക്കി വാഴായി. ഇനി നിങ്ങൾ ആരും ഒരു നിമിഷം പോലും പാഴാക്കാൻ പാടില്ല. ഓക്കെ, അടുത്ത ശ്ലോകം. നോമ്പിട്ടിയുടൽ വാട്ടിയും. നോമ്പ് ഊട്ടി. നോമ്പ് എന്ന് പറഞ്ഞാൽ ഏകാദശി മാതിരിയുള്ള വ്രതങ്ങൾ. നോമ്പ് ഊട്ടിയുടൽ വാട്ടിയും. ഉടൽ വാട്ടുക എന്ന് പറഞ്ഞാൽ നോമ്പ് നോറ്റാൽ കുറച്ച് തടി കുറയും, അത് പോരാ. പിന്നെയോ മിതാഹാരം കഴിച്ച് തടി കുറയ്ക്കണം. പ്രായം കൂടുന്തോറും തടി കുറയണം. പ്രത്യേകിച്ച് 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സന്യാസാശ്രമം, പിന്നെ എന്താ പറയുക, പിന്നെ ബ്രഹ്മചര്യം, വാനപ്രസ്ഥം, പിന്നെ ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം. അപ്പോൾ എൻ്റെ പ്രായത്തിൽ ഇനി എനിക്ക് 2-3 വർഷമേ ഉള്ളൂ വാനപ്രസ്ഥം. അത് കഴിഞ്ഞാൽ 75 കഴിഞ്ഞാൽ
100% സന്യാസം സ്വീകരിക്കണം. അത് തലമുണ്ടനം ചെയ്ത് കാവ്യവസ്ത്രം എടുക്കല്ല. ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ കണ്ട് എന്ന് പറഞ്ഞാൽ ഉദാസീനത, നല്ല നിലയ്ക്ക് ഇതൊന്നും എൻ്റേതല്ല. കാമക്രോധ മത മത്സര ലോഭ ഭയാദികൾ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ജീവിതം. ഞാൻ സ്വയത്താക്കിയിട്ടുള്ളതൊക്കെ പരന്മാരുടെ പ്രീതിക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്യാസം തുടങ്ങിയാണ് ഞാൻ. അപ്പോൾ നോമ്പ് കിട്ടി ഉടൽ വാട്ടിയും പ്രകൃതി തത്വം തിരഞ്ഞെണ്ണിയും, പ്രകൃതിയുടെ തത്വം തിരിഞ്ഞ് എണ്ണിയും വെമ്പിക്കൊണ്ടു വലഞ്ഞിടേണ്ട. പ്രകൃതി സംബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഊറ്റം കൊള്ളണ്ടാന്ന്, വലഞ്ഞിടേണ്ട. ഭഗവാൻ വ്യാസന്റെ നാട്ടിങ്കൽ നാം മാൻ പേറും ഭദ്രകാമിനി മണികൾ തന്മാർ തട്ടിൽ മിന്നും മറക്കാമ്പിൻ കാമ്യകഥാമൃതത്തിൽ ഇനിമേൽ കാതൊന്നണച്ചാൽ മതി. ഗോവസ്ത്രീകളുടെ തിരുമാറിൽ ഒരു നീലപ്പതക്കം പോലെ അള്ളിപ്പിടിച്ചുകൊണ്ടിരുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ലീലാവിലാസങ്ങൾ കുറേശ്ശെ നുകരാൻ തുടങ്ങിയാൽ മറക്കാമ്പിൽ കാമ്യകഥാമൃതത്തിൽ, കാമ്യകഥാമൃതം അറിയേണ്ടതായ അവസ്ഥ, കാമ്യം ആഗ്രഹിക്കണത്, കാമ്യകഥാമൃതത്തിൽ ഇനിമേൽ കാതൊന്നണച്ചാൽ മതി. അത് കേൾക്കാനുള്ളൊരു വെമ്പല് നമ്മുടെ കാതിലുണ്ടായാൽ മതി. എവിടെയാണ് സപ്താഹം വേണ്ട മാതിരി നടക്കണത്? എവിടെയാണ് ഭാഗവതം ചർച്ച വിഷയമാകണത്? ഞാൻ നിങ്ങൾക്കൊരു ഓപ്പൺ ഇൻവിറ്റേഷൻ തരാം. ഇത് കേൾക്കുന്ന ആരായാലും ഭാഗവത സംബന്ധമായിട്ട് ഒരു സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് മീ. 94 95 00 50559 9495005059 എൻ്റെ നമ്പറാണ്, വാട്സപ്പ് നമ്പറാണ്. ഒരു മെസ്സേജ്, ഹായ്, എന്താണ് നിങ്ങളുടെ സംശയം? ഞാൻ സർവജ്ഞനായിട്ടല്ല, ഈശ്വരൻ എന്നെ കൊണ്ട് തോന്നിപ്പിച്ചു. ആർക്കെങ്കിലും സജ്ജനങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ മാനസികമായിട്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ പേരിൽ, എൻ്റെ പേരിലല്ല, എനിക്ക് അതിന് ഉത്തരം തരാൻ സാധിക്കുന്നറിയാം. 10 പൈസ എനിക്ക് ഫീസ് വേണ്ട. നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾക്ക് ഭാഗവതം അറിയണം പറഞ്ഞിട്ട് എനിക്ക് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി പറയും. അതുകൊണ്ടാണ് പറഞ്ഞത്, നോമ്പ് ഊട്ടി ഉടൽ വാട്ടിയും പ്രകൃതി തത്വം തിരിഞ്ഞെണ്ണിയും വെമ്പിക്കൊണ്ടു വലഞ്ഞിടേണ്ട. പിന്നെയോ, ഭഗവാൻ വ്യാസന്റെ നാട്ടിങ്കൽ നാൻ മാൻ പേറും വജ്രകാമിനി മണികൾ, ഗോപശ്രീകളെ തന്മാർത്തട്ടിൽ മിന്നും മറക്കാമ്പിൻ കാമ്യകഥാമൃതത്തിൽ ഇനിമേൽ കാതൊന്നണച്ചാൽ മതി. ഇത് ആരുടെ പ്രസ്താവനയാണ്? താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിപ്പാല. വാട്ട് ഹി വാസ് ഡൂയിങ്? 6-7 കൊല്ലം റെഗുലറായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ പുറപ്പെടാശാന്തി ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണത്. അത് ഞാൻ എൻ്റെ വാക്കുകൾ കൂടെ ഞാൻ നിങ്ങളെ പറഞ്ഞു ബോധിപ്പിക്കണമെന്ന് മാത്രം. ഇവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.